ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള ജപ, ധ്യാന, ക്ഷേത്രാടന, തീർത്ഥാടന തുടങ്ങിയതായിട്ടുള്ള ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് പല ദിക്കുകളിലായിക്കൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ അത്യപാരമായിട്ടുള്ള കാരുണ്യം, വാത്സല്യം, അങ്ങനെയുള്ള അവരുടെ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇന്ന് ഒത്തുചേരുവാനും, ഒത്തുചേർന്നാൽ തന്നെയോ മറ്റൊന്നും ചിന്തിക്കാതെ കണ്ണൻ്റെ കഥകൾ അല്ലെങ്കിൽ ഭഗവത് കഥകൾ മാത്രമായിക്കൊണ്ട് നമുക്കിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. ഓരോ ദിവസങ്ങളും ഓരോരോ വാർത്തകളായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പോലെയുള്ള വാർത്തകൾ. ഇന്നത്തെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന ആകാശത്തുണ്ടായതായിട്ടുള്ള ദുരന്തം. അപ്പം ഓരോ ദിവസവും നമ്മൾ ഇതുപോലെയുള്ള പല വിധത്തിലുള്ള ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ വിയോഗങ്ങൾ, നമ്മളോട് ചേർന്ന് നിന്നവർ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന വിയോഗങ്ങളെ കുറിച്ച് കാണുമ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാം, ഓരോ നിമിഷങ്ങൾ പോലും നമുക്ക് വിലപ്പെട്ടതാണ് ശരിക്കും. ആ ഓരോ നിമിഷങ്ങളിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആ ധാർമ്മികത നമ്മളുടെ ജീവിതത്തിൽ പുലർത്തണം. എങ്ങനെയാണ് ഈ ധാർമ്മികത പുലർത്താൻ സാധിക്കുന്നത്? ഓരോ നിമിഷങ്ങളും നമുക്ക് നമ്മളുടെ കാരണങ്ങളെ കൊണ്ടല്ല ഇതൊന്നും നടന്നു പോകുന്നത് എന്നുള്ളൊരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിനൊക്കെ കാരണഭൂതനായിട്ടുള്ള ആ ഭഗവാനാണ് ഇതിന് കാരണമെങ്കിൽ ആ ഒരു നിലയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അവിടെ പ്രാണനെ കൂടി ജയിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഭാഗവതമൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ്. നമ്മളുടെ ഉള്ളിലുള്ള ആ ജീവാത്മാവായിട്ട് നിൽക്കുന്നതായിട്ടുള്ള പ്രാണനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. ജിതാസു എന്ന് പറയും. പ്രാണനെ ജയിക്കുന്നവരാണ് ജിതാസു. അങ്ങനെ ജിതാസുക്കളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പം അവിടെ ദേവന്മാർക്ക് പോലും അവരിലേക്കായാലും ഉയർന്ന ഒരു പദവിയിലേക്ക് നമ്മൾ മാറുകയാണ് അവിടെ. കാരണം എന്താണ്? ഈ പ്രാണനെയും കൂടി ജയിക്കാൻ സാധിച്ചാൽ കാലത്തെ വരെ നമുക്ക് കാലദേശ അവധിഭ്യാം എന്ന് പറയും. കാലത്തെയും ദേശത്തെയും ഒക്കെ നമുക്ക് അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് കയറാൻ സാധിക്കും. അതാണ് ഭക്തന്മാരുടെ മഹത്വം. അതാണ് ഭഗവാനും ഭക്തനും അല്ലെ. ഗുരുവായൂരപ്പനെ പറ്റി പറയാറില്ലേ, കാലദേശാവധിഭ്യാം എന്ന് പറയാറില്ലേ? ഇത് തന്നെയാണ് ഭക്തന്റെ അവസ്ഥ. അതുകൊണ്ട് ദേവന്മാർക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ഭക്തന് കിട്ടുന്നത്. എങ്ങനെയാ ഈ ഭക്തന് അത് കിട്ടുന്നത്? എന്താണ് അവരുടെ സാധനാ മാർഗം? വേറെ ഒന്നുമില്ല. അവിടെ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാന നിയന്താതാവ്, കാരണക്കാരൻ എന്നുള്ളത് അത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക അവിടെ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നമുക്കും ഒരു ചെറിയ നമ്മളുടെ ബുദ്ധി കൊണ്ട് നമുക്ക് തീരുമാനിക്കാം, ഈ ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും കാരണം ഞാനല്ല എന്നൊരു കാരണം നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം അപ്പൊ അഹങ്കാരം എല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങും. അഹങ്കാരം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിസാരമായിട്ട് നമുക്കൊന്ന് തീരുമാനിക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നേ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്നൊക്കെ കരകയറാൻ സാധിക്കും. പിന്നെ ദുഃഖം എന്നുള്ളൊരു അവസ്ഥയില്ല അവിടെ. ദുഃഖം എന്നുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല. കാരണം ദുഃഖം ഉണ്ടാവണമെങ്കിൽ എന്താണ്? നമുക്ക് അതുമായിട്ട് ബന്ധം വേണം, കർമ്മമായിട്ട് ബന്ധം വേണം. നമ്മളുടെ കർമ്മം ശരീരം നിർവഹിക്കുന്ന കർമ്മവുമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ബന്ധമില്ല. അതിനെ നടത്തിക്കൊണ്ട് പോകുന്ന ആരാണ്? അതിനെ നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ജീവസ്വരൂപത്തിൽ നിൽക്കുന്നതായിട്ടുള്ള, ആത്മസ്വരൂപത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ഈശ്വരൻ എന്നുള്ള ഒരു അവസ്ഥയാണ്. എങ്കിൽ
പിന്നെ ഞാൻ എന്തിന് അതില് പേടിക്കുന്നു? ഞാൻ പിന്നെ അതിനകത്ത് എന്ത് കർത്തൃത്വമാണ് എനിക്കുള്ളത്? ഇങ്ങനെ പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാൻ പറ്റണം. എപ്പൊ നമുക്ക് അത് ദിവസവും നമ്മൾ ഇതിങ്ങനെ സാധന ചെയ്ത് ഉറപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് നമുക്ക് യോഗികളായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടുള്ള ഋഷീശ്വരന്മാരെ പോലെയൊക്കെ എന്ത് കണ്ടാലും ഒന്നിലും ഒരു മോഹമില്ലാത്ത ഒരവസ്ഥ, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ അതിന് ഏറ്റവും നല്ല ഇതായിട്ട് പറയാം നിഷ്കളനായിട്ടുള്ള അവസ്ഥ. നിഷ്കളം എന്ന് പറയുന്നത്, കളം എന്ന് പറഞ്ഞാൽ ശരീരം, അല്ലെ? അപ്പം ശരീരബോധം, പ്രകൃതി നമ്മളെ കൊണ്ട് ഒരു രീതിയിലും നമ്മളുടെ മനസ്സിനെ ഇളക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു ഉറച്ച മനസ്സ്. ഈ ഉറച്ച മനസ്സ് കിട്ടാൻ അധികം പ്രയത്നമൊന്നും വേണ്ട. അധികം വലിയ ഗംഭീരമായിട്ടുള്ള തയ്യാറെടുപ്പൊന്നും വേണ്ട. ഒറ്റ കാര്യം വിട്ടുകൊടുത്താൽ മതി. എന്താ വിട്ടുകൊടുക്കേണ്ടത്? നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ കാരണം നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന കണ്ണനാണ് എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഫ്രീ ആകുക. ഇതിലൊന്നും നമ്മളല്ല കാരണം എന്ന് നമുക്ക് ധരിക്കാൻ സാധിച്ചാൽ ആ കണ്ണനോട് എപ്പോഴും ചേർന്നിരിക്കാൻ സാധിക്കുക. ഈ സത്യം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോ നമുക്ക് പല സമയത്തും നമ്മൾ ഇതൊക്കെ കണ്ണടയ്ക്കും. ഒന്നും കണ്ണൻ കാണുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പലതും ചെയ്യാൻ നമ്മൾ തയ്യാറാകും, അല്ലേ? ചിലരൊക്കെ പറയും, അതെ ഞാൻ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ടങ്ങ് പറയും. പിന്നെ പറയുന്ന മുഴുവൻ ഇതായിരിക്കും. പിന്നെ എത്ര വലിയ കുറ്റം പറയാനും കുഴപ്പമില്ല. ആദ്യം തന്നെ ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ കാര്യം. അപ്പം അത് ആ ഒരു കാപട്യം നമ്മളിൽ ഒരിക്കലും വരാതെ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒരിക്കലും ആ ഒരു കാപട്യം നമ്മളെ ബാധിക്കരുത്. അതിനു വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വതന്ത്രമായിട്ട്, ഓരോ ജീവനും സ്വതന്ത്രരാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം. നമ്മളിന്ന് ആരെ ഭയക്കുന്നത്? ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഭയം എന്നുള്ളൊരവസ്ഥ എവിടെയാണ് ഉണ്ടാകുന്നത്? ഭയം ഉണ്ടാകുന്നത് അജ്ഞതയിൽ നിന്നാണ് ഭയം, അല്ലേ? അജ്ഞതയിൽ നിന്നല്ലേ ഭയം? കയറ് കണ്ട് പാമ്പാണെന്ന് വിചാരിച്ച് നമ്മൾ ഭയപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ്? അജ്ഞത കൊണ്ട്. അത് പാമ്പല്ല, കയറാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. നമ്മൾ പാമ്പാണെന്ന് വിചാരിക്കുകയാണ്. അത് അജ്ഞതയാണത്. ഇതുപോലെ ഉള്ള അജ്ഞതയാണ് നമ്മളുടെ ഭയത്തിനും നമ്മളുടെ ദുഃഖത്തിനും ഒക്കെ കാരണം. എന്താ അജ്ഞത? നിസ്സാര കാര്യം. ഈ പറഞ്ഞതായിട്ടുള്ള നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ഈ ബോധസ്വരൂപനെ നമുക്ക് വ്യക്തമായിട്ട് അതിനെ ഉറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാത്തടത്തോളം കാലം എന്താണ്? ഈ അജ്ഞതയില്, അന്ധകാരത്തില് നമ്മള് സംസാര ദുഃഖം കൊണ്ട് ഇങ്ങനെ വലയും നമ്മള്. അപ്പൊ അതിന് ഇട കൊടുക്കാതെ ഒരിക്കലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സ്വയം നമ്മൾ അതിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുക, അല്ലേ? നമുക്കിപ്പോ ഭാഗവത കുടുംബത്തിൽ രാവിലെ ഉപാസനയുടെ സമയത്തെങ്കിലും കുറച്ചു നേരത്തേക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നിരന്തരം അതിങ്ങനെ ശീലിച്ച് അത് ഉറപ്പിച്ചാൽ പിന്നെ ആരെ പേടിക്കാനുള്ളത്? ആരാശ്രയം? ആരുമില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം തന്നെ നേരത്തെ തന്നെ ഉള്ള സമയത്ത് തന്നെ അതിൽ ആനന്ദിക്കാൻ ശ്രമിക്കുക. വേറെ ആരെയും ആശ്രയിക്കണ്ട അവിടെ. അപ്പം അതിങ്ങനെ സാധന ചെയ്ത് ആരെ ആശ്രയിക്കാതെ സ്വയം, അല്ലെ, നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള കണ്ണനോട് ചേർന്നിരുന്നു കൊണ്ട് ആനന്ദിക്കുക. അതിനൊക്കെ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, പതിവ് പോലെ ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥന നമുക്ക് എന്തിനു വേണ്ടിയിട്ടാവണം? ഇന്ന് ആ വിമാനാപകടത്തില് മരിച്ചു പോയതായിട്ടുള്ളത് എത്രയോ ജനങ്ങള്, 242 പേര്. അതിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പത്തനംതിട്ടയിൽ നിന്നൊരു അമ്മ അവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോയതാ. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇനി ഗൃഹപ്രവേശത്തിന് തയ്യാറായിക്കൊണ്ട് പോയിട്ടുള്ള രഞ്ജിത എന്ന് പറഞ്ഞ ആ മോള്. അമ്മയ്ക്കാണ് ക്യാൻസർ രോഗിയായിട്ടുള്ള അമ്മ, 2 മക്കള്. ഭഗവാന്റെ ഓരോ ക്രൂരതകൾ കാണുമ്പം എന്തെന്നില്ലാത്ത ഒരു ദേഷ്യം ഭഗവാനോട് തോന്നുന്നു, നമുക്ക് തോന്നുക, അല്ലെ? എന്തായാലും ആ അമ്മയ്ക്കും ആ മക്കൾക്കും ഒന്നും ഒരിക്കലും മാനസാന്തരങ്ങൾ ഉണ്ടാവാതെ അവർക്ക് അവരുടേതായിട്ടുള്ള അജ്ഞത മാറി അവർക്കൊക്കെ വേണ്ട രീതിയിൽ അതിനെ ജീവിതത്തിൽ മറികടക്കാൻ വേണ്ടി ഈ ഒരു സംഭവ വികാസങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം, അല്ലെ? അമ്മമാർക്കൊക്കെ എപ്പോഴും പുത്ര ദുഃഖം ദിനേ ദിനേ എന്ന് പറയും. മരണത്തിന്റെ ആ
അവസാന ഘട്ടത്തിൽ വരെ ഈ പുത്രൻ മരിച്ചതിന്റെ ദോഷം, അല്ലെങ്കിൽ മക്കള് ഈ 10 മാസം ചുവന്നതായിട്ടുള്ള മക്കള് പോയതിന്റെ ഒരു വിഷമം, അല്ലെങ്കിൽ ആ മക്കൾക്കുണ്ടാകുന്ന ഒരു വിഷമം. അതുകൊണ്ട് ഒരിക്കലും അമ്മമാര്, നല്ലൊരു അമ്മമാരാണെങ്കിൽ ഒരിക്കലും എത്രയൊക്കെ ആയാലും അവര് എത്ര ദുഷിച്ച പുത്രന്മാരായിക്കോട്ടെ അവരെ ആലിംഗനം ചെയ്ത് ഉമ്മ വെക്കാനല്ലാതെ ഒരമ്മയ്ക്കും സാധിക്കില്ല എന്നുള്ളതാണ്. യഥാർത്ഥ അമ്മയ്ക്ക് സാധിക്കില്ല, വേറെ ഒന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം ആ അമ്മയ്ക്കൊക്കെ നല്ല ഒരു അല്ലെ മനോബലം കൊണ്ടുവരുവാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാര്, അപ്പം അതിനൊക്കെ ഗുരുവായൂരപ്പനോട് ശാന്തി നമുക്ക് ചോദിക്കാം, അല്ലെ? ഈ ലോകത്തിന് മംഗളം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കുറച്ചുപേര് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്ന്, നമ്മളിലൊരു നിസ്വാർത്ഥത നമ്മൾ ഉണ്ടാവണം. അതിലും കാപട്യം ഉണ്ടാവരുത്, അല്ലെ? പ്രാർത്ഥനയിലും കാപട്യം ഉണ്ടാവരുത്. പുറമേ നമ്മളിങ്ങനെ പറയുക, അകമേ എന്താണ് സ്വാർത്ഥത, അത് വരരുത്. വരാതെ നമ്മളെന്തായി നമ്മുടെ ഈ ലോകത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. അപ്പം നമുക്ക് പ്രത്യേകം എന്നുള്ളത് വേണ്ട, എല്ലാവർക്കും എല്ലായിടങ്ങളിലും ശാന്തത ഉണ്ടാവണേ ഗുരുവായൂരപ്പ. ഈ ലോകത്തിന്റെ ദുഃഖം മാറണേ. അതിനു വേണ്ടിയിട്ട് ഞങ്ങള് അവിടത്തേക്ക് പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു എന്നുള്ള ഒരു ഭാവത്തില്, ഒരേ സ്വരത്തിൽ നമുക്ക് ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദ ശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തി സ്ഥാന സംരോധ ഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാര തത്സംഘാതോ ബീജരോഗ പ്രവാഹസ്ത്വന്മായേഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവേ ലീലൈവോപപന്നീർദേവാൻ സാധൂം ലോകസേതൂൻ ബിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തേ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.